ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ അല്ലാതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് ലോങ് വീഡിയോ ആണ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ആഴ്ചയിലൊക്കെ എക്സാംസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് പഠിക്കണം, പിന്നെ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ കുറേ പണികൾ കാര്യങ്ങളൊക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ജൂണിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിപ്പം 4 മന്ത് ആവുന്നു. അപ്പം ഫസ്റ്റത്തെ ഒരു ജൂണത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഈ സെപ്റ്റംബറൊക്കെ എത്തിയപ്പോൾ ടോട്ടലി ഡിഫറൻസ് എൻറ്റയർലി വെച്ചാൽ ഞാൻ പഠിക്കുന്ന രീതിയിലും എല്ലാത്തിലും കംപ്ലീറ്റ്ലി വ്യത്യസ്തമായ ഒരു പാറ്റേൺ തന്നെ ആയിട്ട്. ഫസ്റ്റ് ഇനീഷ്യൽ ജൂലൈയിലൊന്നും ഞാൻ വലിയ രീതിക്ക് പഠിച്ച് ഭയങ്കര ഇതൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്ലാസ് കണ്ടുപോകും, നോട്ട്സ് ചെയ്തിരിക്കും. പിന്നെ എക്സാംസ് ഇങ്ങനെ ഒരു 2 എക്സാംസൊക്കെ ഒരു മാസത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് ഒരു മന്ത് എടുക്കുമ്പം ഒരു ആഴ്ചയിൽ ഒരു ബുധനാഴ്ച ലീവ് ഉണ്ടാവും. പിന്നെ ബാക്കി എല്ലാ ബുധനാഴ്ചയിലും എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസമൊക്കെ ഏകദേശം പറഞ്ഞാലും നമുക്ക് പോർഷൻസ് ഇങ്ങനെ കൂടി വന്ന് കുറച്ച് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ആയാലും വലിയ ടോപ്പിക്സിലൊക്കെ കടന്ന് ബയോളജിയിൽ അത്യാവശ്യം പഠിക്കാനൊക്കെ ഇപ്പോൾ എടുക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം ലെങ്തിയാണ്. ഈ സമയത്ത് ഓരോ നീറ്റ് ആസ്പിറൻ്റ് എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് എല്ലാ പേർക്കും അത്യാവശ്യം ഡിഫിക്കൽട്ടി തോന്നും. ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ട് മടുപ്പ് തോന്നും. അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഠിച്ച് വരുമ്പോൾ തന്നെ കുറച്ച് എക്സാംസൊക്കെ മാർക്ക് കുറയുമ്പം കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് സങ്കടപ്പെട്ടിരിക്കും, കുറവാണല്ലോ. പിന്നെ വീണ്ടും നമുക്ക് വിട്ടെടുക്കാൻ ഒരു ഇതില്ലാത്തതുകൊണ്ട് പിന്നെ വീണ്ടും ഇങ്ങനെ ആ പഴയ ട്രാക്കിലോട്ട് തന്നെ ഇങ്ങനെ ക്ലാസ് കണ്ട് പഠിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പോവുകയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ. പിന്നെ എനിക്കിതേപോലെ ഡൗൺ ആയി ഇരിക്കുന്ന ടൈമിൽ ഞാൻ വിചാരിക്കും എന്തായാലും എനിക്ക് മാത്രമല്ല നമ്മൾ ഈ നീറ്റ് ചെയ്തിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ വെച്ചാൽ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ് ഒരു 9:30 ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നലത്തെ ഒരു ഇതിൽ ഫസ്റ്റത്തെ ക്ലാസ് 11:45 അപ്പോൾ എനിക്ക് ആദ്യം കഴിഞ്ഞ മാസം കുറച്ചുകൂടി ബാക്ക്ലോഗ്സ് കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി പ്ലാനൊക്കെ ചെയ്ത് പഠിക്കാതിരുന്നാൽ പോലും നമുക്ക് ഫുൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെയാണ്. എല്ലാ ദിവസവും ഒരേപോലെ തന്ന റെഗുലർ ടൈം ടേബിൾ അനുസരിച്ച് ഫുൾ ക്ലാസ് കണ്ട് ഫുൾ പഠിച്ച് അങ്ങനെ പോകാൻ പറ്റാറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ബാക്ക്ലോഗ്സ് ഇങ്ങനെ വരും. പിന്നെ അത് ക്ലിയർ ചെയ്യാൻ എക്സ്ട്രാ ടൈം രാത്രിയിലൊക്കെ കൊടുത്തിട്ട് ക്ലിയർ ചെയ്യാനാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ സുവോളജിയിൽ ഫിസിയോളജി ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം എക്സ്ക്രീഷൻ്റെ ആ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് സ്കൂൾ ടൈമിൽ പണ്ടേ ഇഷ്ടമില്ലാത്തൊരു കുറച്ച് 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ബോഡി ഫ്ലൂയിഡ്സ് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഒരു ഹാഫ് ഇതിലേക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ എക്സ്ക്രീറ്ററി കണ്ടിട്ട് കാരണം സ്കൂൾ ടൈമിൽ നമുക്ക് പഠിക്കുമ്പം ഞാൻ ഫസ്റ്റത്തെ കുറച്ച് പോർഷൻസ് മാത്രം പഠിച്ചേക്കും. ലാസ്റ്റ് കേൾക്കുള്ള അതിൻ്റെ മെയിൻ ഡെപ്തിലുള്ള കോറായിട്ട് പഠിക്കുന്ന സമയം പഠിക്കാതെ പോക്കണം. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ചാപ്റ്റർ. അതേപോലെ ലോക്കോമോഷൻ്റെ ചാപ്റ്റർ. പക്ഷേ ഇപ്പോൾ നമുക്ക് എക്സ്ക്രീഷനൊക്കെ ഞാനിപ്പം ഡെയിലി എടുത്തത് അന്നന്ന് പഠിച്ച് പോകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് അന്ന് പഠിക്കാത്തതുകൊണ്ട് തന്നെ ഒന്ന് വലിയൊരു മനസ്സിലായിട്ടുണ്ട്. അപ്പം ഈ ചാപ്റ്റർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പഠിച്ചു വന്നപ്പം കുറച്ച് ഡെപ്തായിട്ടുള്ള പോർഷൻസൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെ പഠിച്ച് പോകുന്നു. അപ്പം പിന്നെ പറഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ്സ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതും വലിയ കുഴപ്പമില്ല. പഠിച്ച് കഴിഞ്ഞപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ഇപ്പം ഫുൾ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനോർഗാനിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ചാപ്റ്ററാണ്. അപ്പം നമുക്ക് വരുന്ന ആഴ്ചയിൽ വേറൊരു എക്സാം 720 ഓൺലൈനായിട്ട് എക്സാം ഉണ്ട്. അതേപോലെ തന്നെ മന്ത്ലി നമുക്ക് 720 അതായത് ഓഫ്ലൈനായിട്ട് GIB എഴുതാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു കമ്മിങ് വീക്കിൽ അടുത്ത 720 ഓഫ്ലൈൻ എക്സാമാണ് ഉള്ളത്. അപ്പോൾ അതിന് കൂടിയുള്ള ചെറിയ പ്രിപ്പറേഷൻസ് ഞാൻ 2-3 അങ്ങനെ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിൽ ചില പോർഷൻസൊക്കെ ബാക്ക്ലോഗ്സ് ഉണ്ട്. അപ്പം അത് തീർന്നിട്ട് പിന്നെ മറ്റേ പഠിക്കാതിരിക്കുമ്പോൾ എന്തായാലും പെൻഡിങ് ആവുന്ന കാര്യം. കാരണം ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ അത് കൂടി വന്ന് ഇപ്പം അതൊക്കെ സെറ്റിൽ ചെയ്തപ്പം ഇപ്പം വേറെ ബാക്ക്ലോഗ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് കയറി വരലാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഉള്ളത് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ ക്ലാസ് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇതിൽ കണ്ട പോലെ തന്നെ ചില ചാപ്റ്റേഴ്സൊക്കെ ഞാൻ ഷോർട്ട് നോട്ട്സൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പം ആദ്യത്തെ ചാപ്റ്റേഴ്സൊന്നും കുഴപ്പമില്ല. അതങ്ങനെ ചിലത് നോട്ട്ബുക്കിൽ പിന്നെ DPP അങ്ങനെ ശേഷം അതിൽ തന്നെ മാർക്ക് ചെയ്ത് പോകാറാണ്. ഫിസിക്സ് കുഴപ്പമില്ല. പക്ഷേ കെമിസ്ട്രിയിൽ ചില ചാപ്റ്റേഴ്സിൽ ചില പോർഷൻസ് അതിൽ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ഫുൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് വേണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഇക്വിലിബ്രിയം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ആ ഒരു ചാപ്റ്റർ നല്ല പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ് ഞാൻ അപ്പം ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പം ഇതേപോലെ ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് എഴുതി വെക്കാറാണ് ചെയ്യാറുള്ളത്. പിന്നെ ബോട്ടണിയിലായാലും വലിയ ചാപ്റ്റേഴ്സൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഫോട്ടോസിന്തസിസ് കഴിഞ്ഞു. അതിനിപ്പം റെസ്പിറേഷൻ ഓൺഗോയിങ് ആണ്. അപ്പോൾ അതിലൊരു 2 ക്ലാസ് പെൻഡിങ് ഉണ്ട്. പക്ഷേ അതങ്ങനെ നെക്സ്റ്റ് വീക്കിലെ എക്സാമിൽ ആ ചാപ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വീക്കിൽ ബാക്ക്ലോഗ് അതിൻ്റെ തീർക്കേണ്ടതെന്ന് വിചാരിക്കുന്നത്.
അപ്പം അത് നെക്സ്റ്റ് വീക്കിൽ അതിൻ്റെ അപ്പുറത്തെ വീക്കിൽ ഈ ഒരു റെസ്പിറേഷൻ്റെ ഒക്കെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ക്ലിയർ ചെയ്യുക, അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെയുണ്ട് പോകുന്നത്. പക്ഷേ ഞാൻ പറയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ എക്സാംസൊക്കെ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടാക്കി വെച്ചാലും ഒരു 1-2 ദിവസം ഭയങ്കര പക്കായിട്ട് ഞാൻ കൊണ്ടെടുക്കും. പിന്നെ 3-ാം ദിവസം മുതൽ കുറച്ച് അവിടെ ലാഗ് വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ എന്നാലും ഫുൾ പ്ലാനിങ് ചെയ്ത് അതേപോലെ തന്നെ നടക്കാറൊന്നുമില്ല. കുറച്ച് ഡീവിയേഷൻസ് ഒക്കെ വരാറുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ പറ്റുന്ന പോലെ ഇപ്പം സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു മന്തൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ പഠിക്കാൻ മടുപ്പ് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം കുത്തിരുന്ന് കഷ്ടപ്പെട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ പഠിക്കലായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം. അല്ല നമ്മൾ ഈ ഒരു മന്തിൽ നമ്മൾ കുറച്ച് ഉഴപ്പിയാൽ പിന്നെ ലാസ്റ്റ് റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അപ്പോൾ കുഴപ്പമില്ലാതെ ചിലപ്പോൾ ഇങ്ങനെ മടുപ്പ് വന്നാൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെയാണ് ബാലൻസ് ചെയ്തിട്ട് പഠിക്കാനിരിക്കാറാണ്. സോ ഞാൻ രാത്രിയാണ് കൂടുതൽ ടൈം കണ്ടെത്തിയിട്ട് പഠിക്കാറുള്ളത്. പിന്നെ എൻ്റെ കാര്യത്തിൽ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യൽ ഭയങ്കര കുറവാണ്. അപ്പം ഇതേപോലെ എക്സാമിനൊക്കെ മാർക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മെൻറ്ററൊക്കെ വിളിക്കാറുണ്ട്. അപ്പം മെൻറ്ററിന് പറഞ്ഞിരുന്നു, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം വല്ലാതെ സമയം കിട്ടില്ലെങ്കിൽ പോലും ഡെയിലി ഒരു 10-20 ക്വസ്റ്റ്യൻസൊക്കെ ഓരോ ചാപ്റ്റേഴ്സൊക്കെ ചെയ്ത് നോക്കിയാൽ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ റെഡിയാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഏതെങ്കിലും നീറ്റ് ആസ്പിറൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ക്വസ്റ്റ്യൻ ടൈമിങ് പഠിക്കാനും പ്രാക്ടീസിങ് ചെയ്യാനൊക്കെ എത്ര ടൈം എടുക്കും, എങ്ങനെ ചെയ്യാമെന്നൊക്കെ വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു 7 മണിയാകുമ്പോഴത്തേന്, രാത്രി 7 മണിയാകുമ്പോഴത്തേന് നമ്മൾ റെഗുലർ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കൂടുതലും 5:30 കഴിയും. പിന്നെ ചില ദിവസം ഇന്നലൊക്കെ ഒരു ക്ലാസ് ടൈമിൽ കുറച്ച് ചേഞ്ച് വന്നുകൊണ്ട് അപ്പം ഒരു 6 മണി 6:30 വരെ ടൈം ക്ലാസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 7 മണിൻ്റെ ഉള്ളിൽ എന്തായാലും സംഭവം കഴിയും. അങ്ങനെ പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് നടന്ന ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് പഠിക്കാതിരിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ കുറച്ച് ബാക്ക്ലോഗ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യാനും വേണ്ടിയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പഠിക്കാതിരിക്കാനുള്ളത്. അപ്പം ഞാനതൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ മീൻസ് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഡിസ്ട്രാക്ഷൻസൊക്കെ കുറച്ചൊരു അങ്ങനെ ഞാൻ അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും വല്ലാതെ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ബയോളജി ഞാൻ ക്ലാസ് വെക്കുമ്പോൾ ഏകദേശം എങ്ങനെയാണ് പഠിച്ച് പോകാറാണ്. കെമിസ്ട്രി പിന്നെ നമ്മൾ ആ ടൈമിൽ നമുക്ക് സ്ലൈഡിൽ കാണിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. പിന്നെ ആ ക്വസ്റ്റ്യൻസ് രാത്രി ചെയ്യാൻ എനിക്ക് ചെറിയൊരു മടി. എന്തായാലും ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ PYQ ബുക്കൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കാറാണ്. അപ്പോൾ രാത്രിയാണ് സത്യം പറയുന്നത് മെയിൻ പഠിത്തം, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിനായിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ടൈമിങ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പം ഞാൻ +1 +2 പഠിക്കും. ഞാൻ വിചാരിച്ചത് നീറ്റ് എക്സാം എന്ന് വെച്ചാൽ നമ്മൾ ഈ 2 വർഷം പഠിച്ച ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്ത് പഠിക്കുക അങ്ങനെ ഇങ്ങനെ. പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ കയറി കുറച്ചൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോയി വരുമ്പോഴാണ് അതിനും കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കുറേ അങ്ങനത്തെ ഫേസ് എന്നൊക്കെ മനസ്സിലാണ്. പിന്നെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തതിൽ പറ്റുള്ളൂ. നമ്മൾ എന്തായാലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.